മലയാള സിനിമയിലെ സുവർണ കാലഘട്ടമാണ് 80കൾ എന്ന് പറയാറുണ്ട്. ആ സുവർണ കാലഘട്ടത്തിലെ ഒരു പൊൻതൂവലാണ് 1986 ജൂലൈ 17 റിലീസായ തിയേറ്ററുകൾ ഇളക്കി മറിച്ച് മോഹൻലാലിനെ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ച മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന രാജാവിന്റെ മകൻ എന്ന ചിത്രം. സുരേഷ് ഗോപി ആദ്യമായി ഒരു പ്രധാന വേഷം ചെയ്യുന്നത് ഈ ചിത്രത്തിലൂടെയായിരുന്നു. മനോഹര ഗാനങ്ങളുള്ള ഈ ചിത്രം സംഗീത സംവിധായകൻ SP വെങ്കടേഷിന്റെ ഡെബ്യൂ മൂവി കൂടിയായിരുന്നു. ഈ ചിത്രം കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ കൂടി ഈ ചിത്രം വരച്ചു കാട്ടി. അന്ന് ഈ ചിത്രത്തിൽ മോഹൻലാലിനേക്കാൾ പ്രതിഫലം അംബികയ്ക്കായിരുന്നു. വിൻസെന്റ് ഗോമസ് എന്ന ഗാങ്സ്റ്ററും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥാസന്ദർഭങ്ങളും പ്രേക്ഷകരെ കയ്യിലെടുക്കും വിധം പ്രസന്റ് ചെയ്തിരിക്കുന്നു. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് ഡെന്നിസ് ജോസഫ് ആണ്. ലാസ്റ്റ് ഇയർ തമ്പി കണ്ണന്താനം മമ്മൂട്ടിയെ നായകനാക്കി റിലീസ് ചെയ്ത ആ നേരം അല്പദൂരം എന്ന ചിത്രം വാണിജ്യപരമായി പരാജയപ്പെട്ടിരുന്നു. ഈ കാരണത്താൽ മമ്മൂട്ടി ഒഴിവാക്കിയ ചിത്രമാണ് പിന്നീട് സോഫ്റ്റ് ഫാമിലി ഓറിയന്റഡ് ഫിലിംസ് മാത്രം ചെയ്തിരുന്ന മോഹൻലാലിൽ എത്തിയത്. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഇത്തരം ഒരുപാട് ഡയലോഗ്സ് എല്ലാം മലയാളികള് എക്കാലത്തും ഓർത്തിരിക്കുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഇൻ മലയാളം സിനിമ. രാജാവിന്റെ മകൻ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 38 വർഷം.